അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോയുടെ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫ് ചെയ്ത് കൊണ്ടുവന്ന എഞ്ചിൻ കേസ് ക്ലീനിങ്, അതിനോടൊപ്പം തന്നെ എഞ്ചിൻ്റെ പാർട്സുകൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് പേപ്പറൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലുള്ള പാക്കിങ്ങിൻ്റെ അഴുക്കുകൾ കാര്യങ്ങൾ, പിന്നെ അതുപോലെ ബഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ അഴുക്കുകൾ, ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല കണ്ടീഷനാക്കിയിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ പ്ലേറ്റിങ്ങിൻ്റെ പാർട്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റ് ചെയ്യണത് കാഞ്ഞിരപ്പള്ളി ടോണി അടുത്താണ്. സെൻറ്റ് മേരീസ് ഇലക്ട്രിക് പ്ലേറ്റിങ്ങിനാണ്. അവരുടെ കസ്റ്റമർ കെയർ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി പ്ലേറ്റിങ്ങുമാണ്, അടിപൊളി കസ്റ്റമർ കെയറാണ്. പ്ലേറ്റിങ്ങിനകത്തൊക്കെ എന്തെങ്കിലും, ഇപ്പോൾ മനുഷ്യരാണല്ലോ, എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അപാകതകളോ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ ആ സെക്കൻഡിൽ തന്നെ അടുത്ത സാധനം മേടിച്ച്, പുതിയ സാധനം മേടിച്ച് പ്ലേറ്റ് ചെയ്ത് നമുക്ക് കൊറിയർ അയച്ചു തരും. അപ്പോൾ പാക്കിങ്ങൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്ര സേഫ്റ്റി ആയിട്ട് അത്ര നല്ല കണ്ടീഷനായിട്ടാണ് നമുക്ക് ഡെലിവറി വിടുന്നത്. അവരുടെ കസ്റ്റമർ കെയർ നമുക്ക് എത്ര പറഞ്ഞാലും അത് അത്രയും പക്കയാണത്. എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കാം. എൻ്റെ അടുത്ത പരിപാടി നമ്മുടെ എൻജിൻ സെറ്റിങ്ങാണ്. ഇത് നമ്മൾ എൻജിന് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്, ക്രാങ്കിന് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. അത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ കസ്റ്റമർക്ക് ഓരോ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അവരുടെ ഉപയോഗം, അവരുപയോഗിക്കുന്ന രീതികൾ അതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ വെയിറ്റ് കൂട്ടാൻ. അപ്പോൾ സെറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിക്കാം. കാരണം ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഇതൊന്നും ഇനിയിപ്പോൾ എന്തൊക്കെ കാണിച്ചാലും നടക്കില്ല. പുള്ളി അനുഗ്രഹിച്ചാൽ മാത്രമേ എല്ലാം ഭംഗിയായിട്ട് വരുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് എപ്പോഴും ഇതിനകത്ത് എല്ലാത്തിനേക്കാളും വലുതാണ്. ദൈവാനുഗ്രഹം നമുക്ക് കൂടെ തന്നെ വേണം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഈ പല കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് വരുന്ന പല കസ്റ്റമേഴ്സും പറയുന്നത് എഞ്ചിൻ്റെ ഓയിൽ ലീക്കിൻ്റെ പ്രശ്നമായിട്ടാണ് മിക്കവരും വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യണ ഒരു പ്രധാന പരിപാടിയാണ് ഇതിനകത്ത് കേസുകൾ, ത്രെഡുകൾ, ഇതിനകത്തുള്ള എല്ലാ ത്രെഡുകളും സ്റ്റാൻഡേർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ പാർട്ടിൻ്റെയും ഹെഡിലാണെങ്കിലും ക്ലച്ചിൻ്റെ സൈഡിലാണെങ്കിലും എല്ലാത്തിൻ്റെയും ത്രെഡ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് ത്രെഡുകളെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഓവർസൈസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരു നിവർത്തിയിലെ മാത്രം ഓവർസൈസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് തന്നെ ആക്കി ചെയ്യുക. നമ്മുടെ ചെറിയൊരു ടിപ്പാണത്, നമ്മളിവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് മുമ്പ് എല്ലാം ഒന്ന് ഡമ്മിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് വേണം കയറ്റാൻ. പിന്നെ നമ്മളിതുപോലെ ക്രാങ്ക് കയറ്റി കഴിയുമ്പോൾ കറക്റ്റ് ചുമ്മാ ഒരു ഓയിൽ ടൈറ്റേ പാടുള്ളൂ, അല്ലാതെ അടിച്ച് കയറ്റുമോ അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കയറ്റുമൊന്നും പാടില്ല. വിട്ട അങ്ങ് ഇറങ്ങി പോകണം. എന്നാൽ അത് ഒരുപാട് ഫ്രീ ആവാനും പാടില്ല. അത്രയും ഇതായിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ. കാരണം ഇവിടുന്ന് തുടങ്ങുന്ന ഫ്രീനെസ്സാണ് നമ്മുടെ എല്ലാ പാർട്ടിലേക്കും പോണത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു, ബാക്കിയുള്ളവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ചിലർക്ക് പലതും പറയാനുണ്ടാവും. അപ്പോൾ ഇത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ ഇതിൻ്റെ ഫ്രീനെസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളൊരു കൈ വെച്ച് നമുക്ക് പിടിച്ച് തിരിഞ്ഞ് കറങ്ങി നിൽക്കണത്, അതാണ് അതിൻ്റെ കണ്ടീഷൻ. പിന്നെ നമ്മുടെ ഇതിൻ്റെ ലെയ്ത്ത് വർക്ക് ഫുള്ള് ചെയ്തേക്കുന്നത് ആലുവ സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് വർക്സിലാണ്. അതിൻ്റെ നമ്പർ ഇതിനു മുമ്പേ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. വർക്ക് ഗ്യാരണ്ടിയാണ്, നമുക്കിതുവരെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ടൈമിംഗ് സൈഡിൽ ഇമ്പോർട്ടഡ് നീഡിൽ ബെയറിങ്സാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ക്ലച്ച് സൈഡിൽ ഡബിൾ ബോൾ ബെയറിങ് ഉപയോഗിച്ചിട്ടുണ്ട്. 6350 C3 ക്ലിയറൻസുള്ള ബെയറിങ്ങാണ് ഉപയോഗിച്ചേക്കുന്നത്. ടൈമിംഗ് സൈഡിൽ നമ്മൾ ഇമ്പോർട്ടഡ് ബെയറിങ്സാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് നമ്മൾ സ്ഥിരമായിട്ട് മിക്ക വണ്ടിക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെയും ഓരോ ചോയ്സിനനുസരിച്ച് നമ്മളിത് ഓരോന്ന് സെലക്ട് ചെയ്യണത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത്രയും ഫ്രീ ആയിരിക്കണം. ഫ്രീ ആയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പാർട്ടിലൊക്കെ ഫ്രീ ആവുള്ളൂ. അടുത്തൊരു സെക്ഷൻ ഗിയർ ബോക്സാണ്. എഞ്ചിനെ പോലെ തന്നെ മെയിൻ പാർട്ടാണ് ഗിയർ ബോക്സ്. ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിൻ്റെ സൈഡിൽ ഒരു ടൈറ്റോ കാര്യങ്ങളൊന്നും പാടില്ല. വളരെ ഫ്രീ ആയിട്ടാണ് ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാൻ. അത് എത്ര നേരം എടുത്തിട്ടാണെങ്കിലും എത്ര ക്ഷമയോട് കൂട്ടിയിട്ടാണെങ്കിലും ഒട്ടും ടൈറ്റ് ഇല്ലാതെ വേണം ഗിയർ ബോക്സ് സെറ്റ് ചെയ്തെടുക്കാൻ. അത് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കില്ല. ചില ചെറിയ പാർട്ടുകളിലൊക്കെ അതിൻ്റെ ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ. ഒരു പ്ലഞ്ചർ, ചിലപ്പോൾ പുതിയൊരു പ്ലഞ്ചർ മേടിച്ചാൽ തന്നെയും അതിൻ്റെ ടെൻഷനിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ ഓരോ കാര്യങ്ങളും. അപ്പോൾ അത്രയും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഡമ്മിയായിട്ട് ഒരു കവർ വെച്ച് സെറ്റ് ചെയ്ത് നോക്കി എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം പാക്കിംഗ് ആയിട്ട് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ കാണിച്ചു വരുമ്പോൾ ഈ 20 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമുക്ക് പൂർത്തിയായിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ, ഇതിൻ്റെ എല്ലാം ഒരു ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം. എനിക്കൊരു മടിയില്ല, ഫുള്ളായിട്ടുള്ള. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കി നമ്മൾ ഒരു വിരലിൽ ഗിയർ ഇടാവുന്ന കണ്ടീഷനിൽ വേണം സെറ്റ് ചെയ്യാൻ. അപ്പം അത്രയും ഫ്രീ ആണെങ്കിൽ മാത്രമേ ഗിയർ ബോക്സ് മൊത്തത്തിൽ വണ്ടി ഫ്രീ, ഈ 2 സൈഡ് അതുപോലെ ഫ്രീ ആക്കി തുടങ്ങിയപ്പോൾ താഴത്തുനിന്ന് തന്നെ എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എല്ലാ സൈഡും ഫ്രീ ആക്കി കഴിഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ ഫ്രീ ആവും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എൻ്റെ ടിപ്പുകൾ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങൾ ഞാൻ ഇതൊക്കെയാണ് ഫോളോ ചെയ്യണം, അല്ലാതെ വേറെ മന്ത്രമോ അല്ലെങ്കിൽ വേറെ ഈ മാജിക് ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. വളരെ സമയം എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതൊന്നും എപ്പോഴും അഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഇത് എപ്പോഴും ഇതിനു വേണ്ടി അഴിക്കാൻ പറ്റത്തില്ല. അപ്പം പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് പുറത്ത് വെച്ച് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ സെറ്റ് ചെയ്യാനായിരിക്കും നല്ലത്. അതുപോലെ ഇത് കണ്ടല്ലോ, ഇപ്പോൾ ഇതിൽ കാണിക്കണ പോലെ ഒറ്റ വിരലിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വിടുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് ഇട്ടപ്പോൾ ഒരു 2 പേർക്ക് വോയിസ്, എൻ്റെ വോയിസ് തന്നെ ഉണ്ടാ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാനാണ് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിനകത്ത് ഫോണിൽ കൂടെ തന്നെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റിങ്ങിലും തന്നെ ഇത് തന്നെയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇങ്ങനെയാണ് എൻ്റെ വോയിസിന് വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വേറെ കളവും ചതിയൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ വോയിസിനകത്തൊന്നും. ഇതൊക്കെ തന്നെയാണ് വോയിസ്. അടുത്ത സെക്ഷൻ ഈ എൻജിൻ കുക്ക് ചെയ്ത് നമ്മുടെ സ്റ്റാൻഡിലേക്ക് കയറ്റണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കൊരു ഡെമോ ഇട്ട് കാണിച്ചു തന്നാണ്. എടുത്ത് പൊക്കി, ഇത് വേണമെങ്കിൽ മാത്രം എടുത്ത് പൊക്കി വെക്കാം. അപ്പോൾ ഇതിങ്ങനെ ഫുൾ എൻജിൻ നമ്മുടെ എടുത്ത് കാണിക്കുന്നതിന് ഫസ്റ്റ് ഒരു ഡെമോ ഇട്ട് വെറുതെ ചെയ്താണ് ഞാൻ. ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്ത് ഇത് വെച്ച് നമുക്ക് ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. ഫ്രെയിം എടുത്ത് കയറ്റുന്നതും ഫുൾ എൻജിന് ഇറക്കാണ്ടെങ്കിലൊക്കെ വളരെ സൗകര്യം ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒരാളുടെ ഒരു സഹായം പോലും വേണ്ട. അതിപ്പോൾ ഒരു എന്താ പറയണ, ഒരു വർക്കിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചാൽ കുറേ കാര്യങ്ങൾ, ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗിയർ ബോക്സ് എല്ലാം സെറ്റിങ് കഴിഞ്ഞാൽ നമ്മളിലേക്ക് നമ്മൾ മൗണ്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ നമ്മൾ ചെയ്സ് ഇതുമേലേക്ക് മൗണ്ട് ചെയ്യണം. ചെയ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി എല്ലാം ഫുൾ എൻജിൻ സെറ്റ് ചെയ്തിട്ടേ നമ്മൾ ബോഡിമേലേക്ക് സ്ട്രെച്ചർ ചെയ്യുള്ളൂ, പോലെ ബോഡി സെറ്റ് ചെയ്യുള്ളൂ. സോറി പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് എൻജിൻ അതുമേലേക്ക് അസംബിൾ ചെയ്ത് ചെയ്സുമേലേക്ക് വെച്ചിട്ട് നമ്മളതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഫൗണ്ടേഷൻ കൂടിയിട്ട് ഫുൾ എൻജിൻ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ബോൾട്ടുകളെല്ലാം നല്ല പക്ക ഫ്രീ ആയിട്ട് കയറാൻ ഇത് വളരെയധികം സഹായിക്കുന്നു ഇങ്ങനെ വെക്കുമ്പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുക്ക് ചെയ്തല്ലാതെ നമ്മൾ ചാടിച്ചൊക്കെ ഇറക്കുമ്പോൾ ഇതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ക്ലച്ച് സെറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് 3 പ്ലേറ്റാണ് നമ്മൾ ആഡ് ചെയ്തേക്കണത്. 4 പ്ലേറ്റ് ആയിരുന്നു, പുള്ളിക്ക് 3 പ്ലേറ്റ് മതി എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇത് ഫേസ്ബുക്കിനകത്തിട്ടപ്പോൾ ഒരു പുള്ളിക്കാരൻ എന്നോട് കമൻറ്റ്, 3 പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വണ്ടി ചുമ്മാ ഇടുന്നത്. അത് ചുമ്മാതെ ഉള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വണ്ടികൾക്ക് 3 പ്ലേറ്റ് സെറ്റ് നമുക്ക് ഇമ്പോർട്ടഡ് കോർക്ക് ക്ലച്ച് അവൈലബിൾ ആണ്. അപ്പോൾ അതിട്ട് ഇതിനിപ്പോൾ നമ്മൾ കമ്പനി സാധനം തന്നെ ഇട്ടാണ്. ഇമ്പോർട്ടഡ് കോർക്ക് ക്ലച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധി എന്നല്ല, നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അറിവുള്ളവരും അറിവില്ലാത്തവരും ഇത് കാണുന്നുള്ള ബോധ്യത്തിലാണല്ലോ ചെയ്യാൻ. അപ്പോൾ അറിവുള്ളവർക്ക് അടുത്ത് പറയും, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പക്കയായിരിക്കണം, പറയുമ്പോഴും പക്കയായിരിക്കണം, സ്ട്രേറ്റ് കാര്യങ്ങളായിരിക്കണം. അപ്പോൾ നമുക്ക് 3 പ്ലേറ്റിൽ വേറെ ഇതൊന്നും തോന്നിയിട്ടില്ല. 4 പ്ലേറ്റും 3 പ്ലേറ്റും ഒരേ ഇതിൽ തന്നെ നിൽക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലച്ച് ഡിസ്കുകൾ, പ്രഷർ പ്ലേറ്റ് കമ്പനി മതി, ക്ലച്ച് ഡിസ്കുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പഴയ വണ്ടി ഉള്ളവർക്ക് ഒട്ടുമിക്കവർക്ക് അറിയാവുന്ന ഒരു പ്രശ്നമാണ് കോയില് ലൈറ്റും ചാർജിങ്ങും. അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂർ ഒരു സ്ഥലത്ത് കൊടുത്ത്, നമ്മൾ തൃശ്ശൂരാണ് ഇത് നമ്മൾ കോയില് വൈൻഡ് ചെയ്യണത്. പിന്നെ എറണാകുളത്ത് നമ്മൾ വൈൻഡ് ചെയ്യാറുണ്ട്. 2 സ്ഥലത്ത് നമ്മൾ ചെയ്യിക്കാറുണ്ട്. വൈൻഡ് ചെയ്ത് മാൻറ്റോ ചാർജ് ചെയ്ത് പവർ കൂട്ടിയെടുക്കാം. ലൈറ്റും ചാർജിങ്ങും നല്ല പവറാക്കി എടുക്കാം. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും, വൈൻഡ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കണത്. ഇനി ഇതിൻ്റെ അടുത്ത സെക്ഷൻ സിലിണ്ടറാണ്. സിലിണ്ടർ കയറ്റുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കണ്ട സ്റ്റെഡുകളെല്ലാം റിമൂവ് ചെയ്തേക്കാണ്. എത്ര പുതിയ വണ്ടിയാണെങ്കിലും എല്ലാത്തിൻ്റെയും സ്റ്റെഡുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തെല്ലാം സ്റ്റാൻഡേർഡ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. ഓവർസീസിൻ്റെ ഒരു പരിപാടി നമുക്കില്ല. ഒരു നിവർത്തിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഓവർസീസ് എന്നാലും ഇതേവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിക്കാറില്ല. ഓവർസീസ് വലിയ തലവേദനയാണ്. എപ്പോഴും നമുക്ക് ആ സ്റ്റെഡൊന്നും അവൈലബിൾ ആവണമെന്നില്ല. പിന്നെ ത്രെഡൊക്കെ പോയി വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ നമ്മൾ ഇതാണെങ്കിൽ തന്നെ ഡെമ്മിയായിട്ട് ആദ്യം സിലിണ്ടർ ഇറക്കി വെച്ചിട്ട്
ഈ ഫില്ലർ ഗേജിൽ നമ്മൾ എല്ലാ സൈഡിലും ഗ്യാപ്പ് കറക്റ്റാണോ എന്ന്, ഫേസ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡിലൊക്കെ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ മൈന്യൂട്ടൊക്കെ ഉള്ള വേരിയേഷനൊക്കെ ആണെങ്കിൽ നമ്മളത് നമ്മുടെ ഗമ്മടിക്കുമ്പോൾ അതിൽ ഇതായി പൊക്കോളും. അതിനുശേഷം അതിനകത്ത് ഇപ്പം ഇത് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റിങ്സിൻ്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് ഓയിൽ ബോറിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. ഇത്രയും ഓയിലിൽ ഇത് വന്നാൽ പോലും ഓയിൽ മുകളിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്നിട്ട് ഇത് ഡ്രെയിൻ ചെയ്ത് കുറച്ച് ഇതിനൊരു പരിധിയുണ്ട്, ഒരു ഓയിൽ ലെവലിനൊരു പരിധിയുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഒഴിക്കാറുള്ളൂ. ഇത് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഒഴിക്കുക. ഇതിന് നമ്മൾ 5 റിങ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ 3 റിങ്സും 5 റിങ്സും ഉപയോഗിക്കാറുണ്ട്. എനിക്ക് കുറച്ചും കൂടെ തൃപ്തിയായിട്ട് തോന്നിയേക്കുന്നത് 3 റിങ്സാണ്. പിന്നെ അതുമല്ല, നമ്മളെപ്പോൾ സിലിണ്ടർ ബോർ ചെയ്യുമ്പോഴും കമ്പനി പറയുന്നൊരു ക്ലിയറൻസ് ഉണ്ട്, അതിന് മാക്സിമം ഇടാൻ ശ്രമിക്കുക. പക്ഷേ ഈ കമ്പനി പറയുന്ന ക്ലിയറൻസ് പല കസ്റ്റമേഴ്സിനും പറ്റൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഓരോരുത്തരും ഉപയോഗം അനുസരിച്ചാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലവർക്ക് ഇത് ഇട്ട് കഴിയുമ്പോൾ, കമ്പനി ക്ലിയറൻസ് ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി പ്ലേ കൂടുതലുള്ളൂ. അപ്പോൾ നമ്മൾ കൈ കൊടുത്ത് കഴിയുമ്പോൾ ചെറിയൊരു നോക്കിങ് സൗണ്ട് പോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് കമ്പനി ക്ലിയറൻസ് ചിലവർക്ക് മാത്രമേ നമ്മൾ വെച്ച് കൊടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോരുത്തരും ഓരോ ചോയ്സിനനുസരിച്ചാണ് നമ്മൾ ഓരോ വണ്ടി സെറ്റ് ചെയ്യേണ്ടത്. അവർക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അല്ല കുന്നും പ്രദേശം അല്ലെങ്കിൽ കയറ്റം ഒരുപാട് കയറുന്നവർക്ക് ഒരു കാരണവശാലും ക്രാങ്ക് വെയിറ്റ് കയറ്റാതിരിക്കുന്നതല്ല. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പുറകെ ചെയ്യാം. അതുകൊണ്ടുണ്ടാവുന്ന കംപ്ലൈൻറ്റുകൾ, ഒരു കംപ്ലൈൻ്റ് അല്ല, അതുകൊണ്ട് ചെറിയ ഇഷ്യൂസ്, ചില ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ക്ലിയറൻസ് എല്ലാം നോക്കി കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മുടെ ഹെഡ് സെറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെയും ഇതിനകത്ത് പറഞ്ഞതുപോലെ ആദ്യമേ എല്ലാം സ്റ്റാൻഡേർഡ് നമ്മൾ റിമൂവ് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത്, റോക്കറൊക്കെ ആദ്യമേ തന്നെ വെച്ച് മുറുക്കി നോക്കുക എല്ലാം കറക്റ്റാണോ. എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് മുറുക്കിയതിന് ശേഷം മാത്രമേ ഇതെല്ലാം നമ്മൾ അസംബിൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് പുറമേ നിന്നാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ത്രെഡ് പോവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഏറ്റി കൊണ്ട് ചെയ്ത് സെറ്റ് ചെയ്ത് മുറുക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുള്ള കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത് പച്ചയായിട്ട് പറയണത്, അല്ലാതെ നമുക്ക് വേറെ ഒളിയും പറയുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നത്. അല്ലാതെ വേറെ ചിലവർ എന്നോട് ചോദിക്കേണ്ടത് എന്ത് മാജിക്കാണത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മൾ ഇതേവണക്കുള്ള കാര്യങ്ങൾ നേരെ കറക്റ്റായിട്ടുള്ള ഒരു ഫോളോ അപ്പിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞാൽ അടുത്ത ഒരു സെക്ഷൻ, ഇപ്പം ഈ അത് ഊരിപ്പോന്നാണ് വേറെ ഒന്നുമല്ല. ഇനി അത് ചില ആൾക്കാർ ചോദിക്കും, ചിലപ്പോൾ അതൊന്നുമല്ല. ഇത് അകത്തേക്ക് അഴുക്കൊന്നും കയറാതിരിക്കാൻ ഡെമ്മി ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കണ ഫൈബറിൻ്റെ കോക്കുകളാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് അഴുക്കുകളോ കാര്യങ്ങളൊന്നും കയറും. നമ്മൾ സെറ്റ് ചെയ്ത് തീർന്നവർ, ഇനി ഇത് ബോഡി സെറ്റ് ചെയ്ത് ബാക്കിയുള്ള പണികൾ തീർന്നവർ ഇതിനകത്തേക്ക് അഴുക്കുകളൊന്നും കയറത്തില്ല. അപ്പോൾ അതിനുവേണ്ടി വെച്ചേക്കുന്ന 2 ഡെമ്മി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫൈബറിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിലല്ല, നമ്മൾ ടോർക്കിൽ വേണം മുറുക്കാനായിട്ട്. അതിനൊക്കെ ഒരു ടോർക്ക് ഉണ്ട്, അതിനകത്ത് വേണം നമ്മൾ മുറുക്കാൻ. പിന്നെ അത് നമ്മളെ ടോർക്ക് ചെറിയൊരു ഇതിൽ കഴിഞ്ഞിട്ട് നമ്മുടെ കൈക്ക് വന്ന ബലത്തിലാണ് നമ്മൾ മുറുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത പരിപാടി, ഇതിൻ്റെ അടുത്ത സെക്ഷൻ ഡെൽക്കോയും ക്യാമ്പിലും സെറ്റിംഗ് ആണ്. ക്യാമ്പിൽ മാച്ചിങ് ആണ് നമ്മൾ ഏറ്റവും സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ജോബ്. അതിന് എത്ര ദിവസം, ഇപ്പം ഇനിയിപ്പോൾ 2 അല്ല 3 ദിവസം ഇരിക്കേണ്ടി വന്നാലും നമ്മൾ അത്രയും കറക്റ്റായിട്ട് ഇരുന്നോളം ചെയ്യാൻ. ഇപ്പം അതിൻ്റെ ഡെൽക്കോ സെറ്റിംഗ് ആണ്. ഗ്രീസ് നിപ്പിള് ഒക്കെ പുതിയതെല്ലാം നോക്കി എല്ലാം കറക്റ്റ് ചെയ്യുക. അതുപോലെ ഗവർണർ ഇതിനൊക്കെ ഗ്രീസൊക്കെ ചെയ്ത് എല്ലാം കറക്റ്റാക്കി. അതുപോലെ ഇതിൻ്റെ ഷാഫ്റ്റുകൾ ചെറിയ ലൂസ് അല്ലെങ്കിൽ ലൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറണം നല്ലതായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡെൽക്കോ ബുഷിനോ അല്ലെങ്കിൽ ഇതിനൊക്കെ ചെറിയൊരു വേരിയേഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായൊരു ടൈമിംഗ് ഒന്നും കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് സെറ്റ് ചെയ്യണവർക്ക് ഇത്ര ആക്യുറേറ്റായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നാൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു വർക്ക്ഷോപ്പുകാരാണെന്ന് തോന്നുന്നു, പുള്ളി എനിക്കൊരു കമൻറ്റ് ചെയ്തായിരുന്നു, ടൈമിങ് ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാറില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇപ്പോൾ ഈ വീല് കയറ്റുന്നത് ടേപ്പർ ടൈറ്റിലാണ്. ആ ടേപ്പർ ടൈറ്റ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുള്ളറിൽ വേണം അത് ഊരിയെടുക്കണം. അപ്പോൾ അത്രയും ഇതായിട്ടിരിക്കുന്ന സൈഡ് നമ്മൾ ടൈമിങ് ഒരിക്കലും മാറാൻ ചാൻസ് വളരെ കുറവാണ്. നമുക്കങ്ങനെ ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഗവർണറിനൊക്കെ എന്തെങ്കിലും ഇളക്കങ്ങളോ കാര്യങ്ങളൊക്കെ വന്നാൽ, എന്നാലും ഇത്ര പേരത്ത് ഇതിലൊന്നും അത് മാറാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇതുവരെ, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ടൈമിംഗ് മാറിപ്പോയി എന്നൊരു ഇതേവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. ഇതിൻ്റെ അടുത്തൊരു സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പിൽ മാച്ചിങ് ആണ്. കണ്ട ഇത് കണക്ക് നമ്മൾ ഓരോ വീലും സെറ്റ് ചെയ്ത് മാച്ച് ചെയ്ത് അതിനനുസരിച്ച് പാകമായി നമ്മളതിൽ
എൻ്റെ അച്ഛൻ്റെ കാലത്ത് മുതലുള്ള ഒരു ഒരു പെട്ടി ക്യാമ്പിലും അതിനനുസരിച്ചുള്ള പിനിയൻ വീലുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വണ്ടിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റിന് പല സമയത്തും പല തന്തയുടെ സ്വഭാവം എന്ന് പറഞ്ഞ പോലെ പല ടൈമിലും പല സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു വണ്ടിക്ക് മാച്ചായ വീല് ചിലപ്പോൾ മറ്റൊരു വണ്ടിക്ക് മാച്ചാവില്ല, മറ്റൊരു വണ്ടിക്ക് മാച്ചായ ചിലപ്പോൾ ഇതിന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഓരോ വണ്ടിക്ക് ഏതാണോ സൂട്ട് അതിനനുസരിച്ച് നമ്മൾ ക്ഷമയോട് കൂടി ഇത് സെറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണിത്. എത്ര ക്ഷമിച്ചിരുന്ന് സെറ്റ് ചെയ്യാൻ പറ്റണോ അത്രയും ഭംഗിയായിരിക്കും, ഏറ്റവും കൂടുതൽ ഭംഗിയായിരിക്കും. പമ്പിൻ്റെ സെറ്റിങ്ങാണ് എടുത്തത്. അപ്പോൾ ഈ പമ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ പമ്പ് സ്പിൻഡിലും മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഓയിൽ പമ്പ് ഇതിൻ്റെ പിസ്റ്റൺ പമ്പാണ്, ഗിയർ പമ്പല്ല, പിസ്റ്റൺ പമ്പാണ്. അപ്പോൾ അതിന് ചെറിയൊരു തേയ്മാനം ഉണ്ടെങ്കിൽ പോലും ഓയിൽ വലിക്കാനും തള്ളാനും ഒക്കെ വളരെ ചാൻസ് കുറവാണ്, ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ അതിനകത്ത് റിസ്ക് എടുക്കാറില്ല, പമ്പ് മാറ്റിക്കളയും. അപ്പോൾ നമ്മുടെ ഹാർട്ട് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് നമ്മുടെ വണ്ടികളുടെ പമ്പ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഓയിൽ ഫ്ലോ ഒക്കെ നല്ല കറക്റ്റായിട്ട് എല്ലാ സൈഡിലേക്കൊക്കെ എത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്രാങ്ക് സെറ്റ് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ലെയ്ത്ത് മെക്കാനിക്കിനോട് സ്പെഷ്യലായിട്ട് പറഞ്ഞ് തന്നെ ചെയ്യിക്കണം. അതിന് ഒരുപാട് പ്രഷറൊന്നും കൂട്ടാനോ അല്ലെങ്കിൽ ഒരുപാട് കുറച്ച് കളയാനൊന്നും പാടില്ല. ഇതെല്ലാം കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഉണ്ട്, അതിനകത്ത് വേണം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതാണൊക്കെ തന്നെ ടൈമിംഗ് കുറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് സ്ക്രൂ എല്ലാം വെച്ച് മുറുക്കി നമ്മൾ കൈക്ക് തിരിച്ച് നോക്കണം, കൈക്ക് കിക്കറിൽ ലോഡ് ചെയ്ത് നോക്കണം ഫ്രീ ആണോ എന്ന്. എന്നിട്ട് മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് എല്ലാവരും പറഞ്ഞ് പഠിപ്പിക്കും, ഞാൻ എൻ്റേതായ കാര്യങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ. ഓരോരുത്തരും ഓരോ മെത്തേഡിലാണ് സെറ്റ് ചെയ്യുന്നത്. എൻ്റെ മെത്തേഡ്, ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.